ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെ ഞാൻ എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഡെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരാൻ പോവാണ് HBO-യിലൂടെ. അപ്പോൾ അത് ഒക്ടോബറിൽ വരിക എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞിടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ മെട്രോ എന്ന് പറഞ്ഞിടത്തിന്റെ ഒരാഴ്ചത്തെ കളക്ഷൻ 29.57 കോടിയായിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഭരതനാട്യം എന്ന് പറഞ്ഞിടത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തിന്റെ പേര് മോഹിനിയാട്ടം എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും നവംബറിലായിട്ട് ഇത് തുടങ്ങും എന്നുള്ള കേൾക്കുന്നുണ്ട്. നോക്കി വെക്കാം. പിന്നെ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ജി.വി. പ്രകാശിന്റെ ഇടത്തിലത്തെ ചില്ലാനെ ചുരുക്കി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് രാവിലെ 10 മണിക്ക് വന്നിട്ടുണ്ട്. പിന്നെ സൽമാൻ ഖാന്റെ ഒരു പുതിയ ഫോട്ടോ കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആളിപ്പോൾ അടുത്ത പടത്തിന് ഷൂട്ടിങ്ങിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കണല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറേ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എക്ക എന്ന് പറഞ്ഞതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ജന്മ നക്ഷത്രം എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വിസ വിന്ദാറ ശരതക എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീസർ ഇന്ന് രാവിലെ 10:53 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വൺ ബട്ടർ ജാം എന്ന് പറഞ്ഞിടത്തിലത്തെ ചാർലിയുടെ പേര് കുമാർ സെന്തമിഴ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദേവദർശനിന്റെ പേര് ഉമ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന് 7 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 8 വർഷങ്ങളിലും എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 4 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ ശിവണ്ണ 131 ശിവരാജ് കുമാറിന്റെ 131ാമത്തെ പടത്തിൽ നിന്ന് ആളുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ പറന്ന് പോകുന്ന പടത്തിലത്തെ ഡിയർ സൺ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ റോന്ത് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് 30 വയസ്സായിട്ടുണ്ട്. അപ്പോൾ 30 വയസ്സിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ പടത്തിലത്തെ നത്തിങ് ഡൂയിങ് എന്നുള്ള രീതിയിലുള്ള ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ KD എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയായിരുന്നു. അത് 24 മണിക്കൂറിനുള്ളിൽ 12 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗെവിൻ എന്ന് പറഞ്ഞ പടത്തിന് യൂബാരെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദഡക് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അൽത്താഫ് സലീം അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന പടം നെസ്ലിനെ വെച്ചിട്ടുള്ള പടമായിരിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ ദേ കോൾഹി മോജി എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാൺ മെയിൻ കഥാപാത്രമായിരുന്നു പടം. പവൻ കല്യാണിന്റെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന പടമാണിത്. എന്തായാലും ഇതിന്റെ ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്. ഫിനിഷ്ഡ് ഫയറിംഗ് എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട് എന്നുവെച്ചാൽ പടത്തിന്റെ ഫുൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുന്നേ കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവൻ കല്യാണിന്റെ മാത്രം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എന്തായാലും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെപ്റ്റംബർ 25 പടം റിലീസ് ആകാൻ പോകുന്നത്. എന്തായാലും വരട്ടെ. പോസ്റ്റർ ഗംഭീര ആയിട്ടാണ് തോന്നി. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള ലോകേശ്വരരാജ് രജനീകാന്തിനെ വെച്ച് എടുക്കുന്ന പടം. അമീർ ഖാൻ ഉണ്ട് പടത്തിൽ. അതേമാതിരി വേറെ കുറെ വലിയ ആക്ടേഴ്സ് ഉണ്ട്. എന്തായാലും ഈ പടത്തിന് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഓഗസ്റ്റ് 14 പടം റിലീസ് ആകാൻ പോകുന്നത്. എന്തായാലും ഈ പടത്തിലത്തെ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ ഇന്നലെ വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പാട്ട് വന്നിട്ടുണ്ട്. പൂജാഗിട്ടാണ് ഈ പാട്ടിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും പൂജാഗിട്ടനെ കടത്തി വെട്ടിയിട്ടുണ്ട് സൗബിൻ ഷാർ. പാട്ട് കണ്ടു വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, അങ്ങനെ എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പിന്നെ രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ പാർട്ട് 1 പാർട്ട് 2 അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പാർട്ട് 1 യശിന് 1 മണിക്കൂറിന്റെ മുകളിലേക്കുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് ആയിരിക്കും പടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നുവെച്ചാൽ പടം ഏകദേശം എന്തായാലും ഒരു 3 അല്ലെങ്കിൽ 2.25 മണിക്കൂറോളം ഉണ്ടാവും. അപ്പോൾ അതിൽ 1 മണിക്കൂറിന്റെ മുകളിലേക്ക് ഏകദേശം 1.25 ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ആൾക്ക് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞതിന്റെ US-ലത്തെ ബുക്കിംഗ് സ്റ്റാർട്ട് ആകാൻ പോവുകയാണ് ജൂലൈ 31 മുതൽ. അങ്ങനെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. മിക്കവാറും ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ AA22x അല്ലർജിന്റെ 22ാമത്തോളം അറ്റ്ലീഡ് 6ാമത്തോളം ആ പടത്തിന്റെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിൽ ഒരു മെയിൻ വില്ലത്തിയായിട്ട് രശ്മി മന്ദാൻ വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. മെയിൻ വില്ലൻ വേറെ ഉണ്ടാവും, അത് കൂടാതെ വില്ലത്തിയായിട്ട് ആൾ വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള പടം OTT റിലീസ് ആകാൻ പോവുകയാണ് ആമസോൺ പ്രൈമിലൂടെ ജൂലൈ 18 തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്ന് പറഞ്ഞാൽ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ബാഹുബലി വീണ്ടും റീ-റിലീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഹുബലി ദപ്പിക്കുന്ന രീതിയിൽ. എന്തായാലും ഈ പടത്തിന്റെ റൺ ടൈം ആയി പറഞ്ഞ 5 മണിക്കൂർ 27 മിനിറ്റ് ആണ്. 4 മണിക്കൂർ ആക്കുന്നുള്ള രീതിയിലൊക്കെ മുന്നേ കേട്ടായിരുന്നു. പക്ഷെ 5 മണിക്കൂർ 27 മിനിറ്റ് ആണ് കേൾക്കുന്നത്. ഇപ്പോൾ അത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അത് കൂടാതെ കുറച്ച് അഡീഷണൽ സീൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. തിയേറ്ററിൽ പോയി കാണണം തോന്നുന്ന ഒരു പടമാണ് ഇത്. എന്തായാലും നോക്കി നോക്കാം. ഒക്ടോബർ 31 റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള തലപതി ജിയുടെ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ സെപ്റ്റംബർ 5 വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാൻ വരില്ല എന്നുള്ളത്. സെപ്റ്റംബർ 5 എന്ന് പറയുമ്പോൾ ഇനിയും കുറേ ദിവസം ബാക്കി എടുക്കാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.